നീറ്റ് പരീക്ഷ കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങളായി, കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു, വേണ്ട നാശക്കോട്ടയായി. അവസാനം നീറ്റിൻ്റെ പരീക്ഷ രണ്ടാമത് നടന്നു. ആദ്യത്തേക്കാൾ പ്രയാസമായിരുന്നു രണ്ടാമത് കുട്ടികൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് 20-ാം തീയതി റിസൾട്ട് വരുന്നു. ഓക്കെ, അപ്പം നീറ്റ് ഒരുവിധം നീറ്റായപ്പോൾ ഇത് അടുത്ത UGC പ്രശ്നം. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഒരു ഉഡായിപ്പാണോ എന്നൊരു സംശയമുണ്ട്. മോദി നേരിട്ട് ഇടപെട്ടാലേ നടക്കുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ കോക്രോച്ച് പാർട്ടിക്കാർ പറയുന്നതിനകത്ത് ചില അഭിജിത്ത് ആപ്കെ പറയുന്നതിനകത്ത് ചില ന്യായങ്ങളില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. UGCയിലെ നെറ്റിൻ്റെ 30-ന് നടന്ന സോഷ്യോളജി പേപ്പറിൽ ആകെ ജഗപുകയാണ്. ചോദ്യപേപ്പറിൽ വ്യാപകമായ അക്ഷരത്തെറ്റുകളും പ്രമുഖരുടെ പേരുകളെല്ലാം തെറ്റായി പുറത്തു വരുന്നു. വളരെ വ്യാപകമായിട്ടുള്ള ഇതാണ് വരുന്നത്. പരീക്ഷാർത്ഥിയായ അന്തര ചക്രവർത്തി സാമൂഹ്യ മാധ്യമമായി എക്സിലൂടെ ഉന്നയിച്ച ആരോപണമാണ് വിവാദത്തിന് തുടക്കം കൊടുത്തിരിക്കുന്നത്. അക്കാഡമിക് ഉത്തരവാദിത്വത്തിൽ എല്ലാ പരിധികളും മറികടന്നെന്നായിരുന്നു അവരുടെ വിമർശനം. ചോദ്യപേപ്പറിൽ ഏകദേശം 50% ഭാഗങ്ങളിൽ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിഴവുകളും ഉണ്ടായിരുന്നെന്നും പല ചോദ്യങ്ങളും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. സോഷ്യോളജിയുടെ പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ജോർജ് റിറ്റ്സറിൻ്റെ പേര് പുട്സർ എന്നായിരുന്നു അച്ചടിച്ചിരുന്നത്. ടാൽക്കോട്ട് പാർസൺസ് എന്നത്, പർസാവോ GS ഗുർവെ എന്നത്, ഗുനിയെ AR ദേശായി എന്നത് AK ദേശായി, മാർത്ത നുസ്ബാം എന്നത് നുസ്ബാറ്റ് എന്നിങ്ങനെ തുടങ്ങി വ്യാപകമായ തെറ്റുകളോടുകൂടി ആളുകളുടെ പേര് പോലും തെറ്റിയിട്ടുണ്ട്. സോഷ്യൽ എന്ന വാക്ക് പല സ്ഥലങ്ങളിലും തെറ്റി ആണ് അച്ചടിച്ചിരിക്കുന്നത്. വളരെ ഹിന്ദി വിവർത്തനങ്ങൾ വളരെ മോശമായിരുന്നുവെന്നും പരീക്ഷാർത്ഥികൾ ചില ചോദ്യങ്ങൾ AI ഉപയോഗിച്ച് തയ്യാറാക്കിയ പോലെയാണെന്നും സിലബസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിന്തകരെയും പുസ്തകങ്ങളെയും പരാമർശിച്ചതായും ആരോപണമുണ്ട്. ഇതുമൂലം ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതുന്നവർക്ക് വളരെയധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നതായും നിരവധി പരീക്ഷാർത്ഥികൾ വ്യക്തമാക്കി. അസിസ്റ്റന്റ് പ്രൊഫസർ PhD പ്രവേശനത്തിന് യോഗ്യരാകുന്ന നെറ്റ് പരീക്ഷ ചോദ്യപേപ്പറിൽ എന്ത് അസംബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പകുതി സമയം ചെലവഴിച്ചു. ഒരു തമാശയാണോ? എന്താണ് ഇത്? വളരെ സീരിയസ് ആയിട്ട് നടത്തേണ്ട ഒരു പരീക്ഷയല്ലേ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. UGC പരീക്ഷയിലെ മറ്റ് വിഷയങ്ങളെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പേപ്പറിലെ 67 ചോദ്യങ്ങൾ 24-ലെ പരീക്ഷയിൽ നിന്ന് ആവർത്തിച്ചതായും സൈക്കോളജി പേപ്പറിലും സമാന പരാതികൾ ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇംഗ്ലീഷ് പേപ്പറിൽ ഉത്തര ഓപ്ഷനുകളുടെ ക്രമം പോലും അതേപടി വന്നിരിക്കുന്നുവെന്നും ആരോപണം. ചോദ്യപേപ്പറിൽ തയ്യാറാക്കുന്നതിൽ NTA വീണ്ടും പിഴവ് സംഭവിച്ചിരിക്കുന്നു. എന്നാൽ പരീക്ഷാർത്ഥികൾ ഔദ്യോഗിക ഗ്രീവൻസ് പോർട്ടൽ വഴി പരാതികൾ ഉന്നയിച്ചപ്പോൾ സമർപ്പിക്കണമെന്ന് വിവാദത്തിൽ NTAയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. എന്തിനാണ് ഇങ്ങനെ സംവിധാനം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നറിയില്ല. അത് സംശയ പിഴവുകൾ കണ്ടെത്തൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പറുകൾ NTA നേരിട്ട് തയ്യാറാക്കുന്നതല്ല, വിഷയ വിദഗ്ധരാണ് തയ്യാറാക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും വലിയ വിവാദമാണ് UGC പരീക്ഷ നടത്തിയിരിക്കുന്നത്. അപ്പം നീറ്റ് പരീക്ഷ നേരെ നടത്താൻ അറിയില്ല, UGC പരീക്ഷ നടത്താൻ അറിയില്ല. ഇനി ഈ പരീക്ഷ പാസ്സായി വേണം പ്രൊഫസർമാരെല്ലാം പിള്ളേരെ പഠിപ്പിക്കാൻ, അല്ലെ PhD എടുത്തിട്ട് അവർ വന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ. എന്തൊരു സങ്കടവും കഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. UGC പ്രൊഫസർമാരുടെ കഷ്ടകാലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രൊഫസർമാരുടെ കഷ്ടകാലത്തിന് ഈ ടെസ്റ്റ് എഴുതുന്നവരുടെ ഒരു നല്ല പരീക്ഷ നേരെ നടത്താൻ അറിയാത്ത രീതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തിംതരികിടതുമായിരിക്കുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടണം. പ്രധാനമന്ത്രിയും ഇതിനകത്ത് ഇടപെടണം. കാരണം ഇവർ മുതിർന്നവരായതുകൊണ്ട് ആത്മഹത്യയുടെ സാധ്യതയില്ല. പക്ഷേ എത്ര കുട്ടികളാണ് തമിഴ്നാട്ടിലും ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ ആത്മഹത്യ ചെയ്തത്? എന്തിൻ്റെ പേരിൽ? പരീക്ഷ പേടിയുടെ പേരിലും പരീക്ഷ മാറ്റിവെച്ചതിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഗൗരവമായി UGC പരീക്ഷ നമുക്ക് നോക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ളൊരു സാമൂഹ്യ വിഷയമായിട്ട് ഇത് നമുക്ക് ഏറ്റെടുക്കേണ്ടത് ഉണ്ട്. തീർച്ചയായിട്ടും ഈ കോക്രോച്ച് പാർട്ടിക്കാർ പറയുന്നത് ചിലതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ വലിയ ഉഡായിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.